ഹലോ, ഞാൻ ഈ ഡാർക്ക് കോമ്പൗണ്ട് ഇങ്ങനെ ചോപ്പ് ചെയ്യണത് എന്തിനാണെങ്കിൽ ബർത്ത്ഡേ ആയിട്ട് എനിക്ക് ചേട്ടൻ കുറച്ച് ഫെറാറോ റോഷർ മിഠായി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഫെറാറോ റോഷർ ബ്രൗണിയുടെ കാര്യം ഓർമ്മ വന്നത്. അപ്പം ഞാനത് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതൊരു ട്വിസ്റ്റോട് കൂടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 100 ഗ്രാം ബട്ടറും 1/2 കപ്പ് പഞ്ചസാരയും എടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തു. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു, 1 ടീസ്പൂൺ വാനില എസൻസ്, ഇത്രയും കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തു. പൊടിച്ച പഞ്ചസാരയും മെൽറ്റഡ് ബട്ടറും ഉപയോഗിക്കാം, പക്ഷെ ഞാനതൊന്നും ഉപയോഗിച്ചിട്ടില്ല. അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 100 ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ട് അത് ഉരുക്കി ഇതിലൊഴിച്ചിട്ടുണ്ട് നമ്മുടെ ഈ മിക്സിലേക്ക്. അതെല്ലാം കൂടി നന്നായി മിക്സാക്കുക. അതിന് ശേഷമാണ് നമ്മുടെ ട്വിസ്റ്റ് എന്താണെങ്കിൽ, ഞാൻ ഈ ബ്രൗണി ഉണ്ടാക്കിയത് റാഗിപ്പൊടി കൊണ്ടാണ്. പക്ഷേ ഇത് കഴിച്ച ഒരാൾ പോലും ഇത് റാഗിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ ബ്രൗണിയാന്ന് പറഞ്ഞില്ല. റാഗിപ്പൊടി കൊണ്ടൊന്നും ഉണ്ടാക്കിയതാന്ന് തോന്നിയില്ല, അത്രയും ടേസ്റ്റായിരുന്നു ഈ ബ്രൗണി. അതിനായിട്ട് 1/2 കപ്പ് റാഗിപ്പൊടി, 1/4 കപ്പ് മൈദ, 1/4 കപ്പ് തന്നെ കൊക്കോ പൗഡർ, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് അത് ഒന്ന് അരിച്ചിട്ട് നമ്മുടെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലിക്വിഡ് മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2-3 കേക്ക് ഉണ്ടാക്കണ പോലെ 2-3 പ്രാവശ്യം ഒന്നും അരിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ അതൊന്നും ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ 3 സാധനങ്ങൾ, റാഗിപ്പൊടിയും മൈദയും കൊക്കോ പൗഡറും അത്രേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അത് നമ്മുടെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടതാണ് നമ്മുടെ ചോക്ലേറ്റ് ചങ്ക്സ്. അപ്പോൾ ഒരു 100 ഗ്രാം ഞാൻ ഉരുക്കി ചേർത്തു. ഇതൊരു 100 ഗ്രാം ഉണ്ട്, അതിങ്ങനെ കട്ട് ചെയ്ത് ചേർക്കുക. അപ്പോൾ നമുക്ക് ഇത് കുറച്ചും കൂടി ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് കടിക്കാനായിട്ട് കിട്ടും. ഞാൻ കുറച്ച് വലിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്രൗണിയുടെ ബാറ്റർ റെഡിയാണ്. ഇത് നമുക്കൊരു ട്രേയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അതാ കണ്ട, ഇതുപോലെയാണ് ബ്രൗണിയുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി വരിക. കേക്ക് പോലെ ലൂസായിട്ട് വരില്ല. അപ്പോൾ ഇതുപോലെ വരുള്ളൂ. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. കാരണം ഞാനിതിൽ വളരെ കുറവ് പഞ്ചസാര, ശരിക്കും ഈ റെസിപ്പിയിൽ 1/4 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. പക്ഷേ ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുള്ളൂ. എന്നിട്ട് തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു. ആ ചോക്ലേറ്റിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ട്രേയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഫെറാറോ റോഷർ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഓവൻ സെറ്റപ്പിൽ ഇതൊരു അരമണിക്കൂർ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മുകൾ ഭാഗമൊക്കെ ഒരു നന്നായി ഡ്രൈ ആയി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ചൂയി ആയിട്ടുള്ള, മുകളിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു ബ്രൗണി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. റാഗിപ്പൊടി കൊണ്ടാണെന്ന് തോന്നിയില്ല കേട്ടോ. താങ്ക് യു.